സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ കുറച്ച് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ് ഇന്നോവേഷൻ മിഷൻ ലോഞ്ച് ചെയ്തതെന്നാണ്. അണ്ടർ അടൽ ഇന്നോവേഷൻ മിഷന്റെ കീഴിൽ സ്റ്റേറ്റ് ഇന്നോവേഷൻ മിഷൻ ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇസ് ആൻസർ ത്രിപുരയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് എയിം 2.0 അണ്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. 2.0 അണ്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ ലോഞ്ച് ചെയ്ത ഈ ഇവന്റ് നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഹപ്പാനി ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ അഗർത്തലയിലാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. പിന്നെ ത്രിപുര ഹാസ് അനൗൺസ്ഡ് വൺ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഇന്നോവേറ്റർ ഫെലോഷിപ്പ്. അപ്പോൾ ഫസ്റ്റില് ഡിസ്ട്രിക്ട് ഇന്നോവേറ്റർ ഫെലോഷിപ്പ് അനൗൺസ് ചെയ്ത അത് ഫസ്റ്റ് ഇന്ത്യയിൽ ഉള്ളത് ത്രിപുരയാണെന്ന് കൂടെ മനസ്സിലാക്കാം. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഇപ്പൊ മംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡ് 2025 വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് കാറ്റഗറിയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? ബെസ്റ്റ് എയർപോർട്ട് അറ്റ് അറൈവൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 2024 ഇത് അദാനി എയർപോർട്ട് ഹോൾഡിംഗ് ലിമിറ്റഡ് എന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് മെയിൻ ആയിട്ട് നോക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവാർഡ് സെറമണി നടക്കുന്നത് സെപ്റ്റംബർ 2 2026 ഇസ്താൻബുൾ തുർക്കിയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് ACI വേൾഡ് എയർപോർട്ട് എക്സ്പീരിയൻസ് സമ്മിറ്റ് ആ ഒരു സമയത്താണ് കൊടുക്കുന്നത്, ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 4 വരെ ഉള്ളതിൽ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ് സോവറൈൻ ഫിനാൻഷ്യൽ ക്ലൗഡ് സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഏതാണ് ഫസ്റ്റ് സോവറൈൻ ഫിനാൻഷ്യൽ ക്ലൗഡ് സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? സെൻട്രൽ ബാങ്ക് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. മെയിൻ ആയിട്ട് അങ്ങനെ പോയിന്റ്സ് പറയാനുള്ളത്, ഈ ഒരു ഇനീഷ്യേറ്റീവ് സപ്പോർട്ട് ചെയ്യുന്നത് AI ഡ്രിവൺ ഫിനാൻഷ്യൽ ഇന്നോവേഷനെയും അതുപോലെ തന്നെ എമർജിംഗ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഫ്രെയിംവർക്കിനാണ് കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിന്റെ പാർട്ണർഷിപ്പ് ആയിട്ടുള്ളത് Core 42 പിന്നെ ആൻഡ് സബ്സിഡിയറി ഓഫ് G42 ആണ് കൂടെ ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സ് പോവുകയാണെങ്കിൽ ആസാമിലെ ഏത് in which district of Assam was the state level launch event of mission Basudhara 3.0 held ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ധമാജി ആണ്. സോ ആസാമിലെ ധമാജി ഡിസ്ട്രിക്റ്റിലാണ് വസുന്ധര 3.0 ഹെൽഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം. അത് ഹിമാന്ത് ബിശ്വ ശർമ്മ ഇവരാണ് കുറെ പ്രൈവറ്റ് ലാൻഡ് എത്ര ഒരു 1,06,905 ട്രൈബൽ ലാൻഡ്ലെസ് ഫാമിലീസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മിഷൻ വരുന്നത് മിഷൻ വസുന്ധര 3.0 ധമേജി ഡിസ്ട്രിക്റ്റിലാണ് കൂടെ ഒന്നുകൂടെ ഓർക്കുക. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ കുറെ ബെനിഫിറ്റ്സ് ആൾക്കാർക്കുണ്ട്. പിന്നെ ഈ ഒരു ഫോറസ്റ്റ് ലാൻഡ് ആക്ട് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത് ഒരു 538 റെസിഡൻസിനാണ് അണ്ടർ ഫോറസ്റ്റ് ആക്ട് 2006 പ്രകാരമാണ് കൊടുത്തിട്ടുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കേട്ടോ. പിന്നെ ഈ വസുന്ധര 3.0 മുന്നേ തന്നെ മിഷൻ വസുന്ധര 1.0 ഉണ്ട്. അത് ബെനിഫിറ്റ് ചെയ്തത് 5.82 ലാക്ക് ഹൗസ് ഹോൾഡ്സിനാണ്. അത് അവര് ആനുവൽ ലീസിനെ ടേം ലീസ് ആയിട്ട് കൺവേർട്ട് ചെയ്താണ് അവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വസുന്ധര 2.0 ഉണ്ട്. അത് പ്രൊവൈഡ് ചെയ്തത് ലാൻഡ് റൈറ്റ്സ് ടു 2.29 ലാക്ക് ഫാമിലീസ്, ST OBCയിൽ വരുന്ന 2.29 ലാക്ക് ആൾക്കാർക്ക് ലാൻഡ് റൈറ്റ് പ്രൊവൈഡ് ചെയ്തുള്ളതാണ്. ഇത് വരുന്നത് ഇതപ്പോ ഏത് ഗ്രൂപ്പിനാ വെച്ചാൽ ഗവൺമെന്റ് ലാൻഡ് ഉള്ള ഗ്രൂപ്പ്സിനാണ് ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നുള്ള അടുത്ത ന്യൂസ് എന്താണെന്ന് നോക്കാം. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ടെമ്പററിലി ഹാൾട്ടഡ് റൈസ് ഫോർട്ടിഫിക്കേഷൻ അണ്ടർ വിച്ച് സ്കീം ആൻഡ് അലൈഡ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലാണ് ഈ ഒരു സ്കീം ടെമ്പററി ഹാൾട്ട് ചെയ്തിട്ടുള്ളതെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഇതങ്ങനെ ചെയ്തത് IIT ഖരഗ്പൂരിന്റെ കുറെ സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. പിന്നുള്ളത് ഇതില് ഈ റൈസ് ഫോർട്ടിഫിക്കേഷൻ സ്കീം എന്ന് പറയുന്നത് ഈ അനീമിയ അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഫോർട്ടിഫൈഡ് റൈസ് കേണൽസിലുണ്ട് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പരിപാടി ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പിന്നുള്ളത് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ വിച്ച് ബാംഗ്ലൂരു ബേസ്ഡ് സ്റ്റാർട്ടപ്പ് അൺവീൽഡ് 2 ഇൻഡിജീനിയസ് ലാർജ് ലാംഗ്വേജ് മോഡൽ 35B ആൻഡ് 105B പാരാമീറ്റേഴ്സ് അറ്റ് AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 എന്ന് ചോദിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് സർവം AI ആണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഇൻഡിജീനിയസ്ലി ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആയിട്ടുള്ള 35B-യും 105B പാരാമീറ്റേഴ്സും അൺവീൽ ചെയ്തതെന്നും അത് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ദാറ്റ് ഇസ് സർവം AI ആണ്. പിന്നുള്ളത്
ഈ ഒരു അൻവിലും മാർക്ക് ചെയ്തത് എന്താണ്, ഇന്ത്യന്റെ സോവറിൻ എ ക്യാപ്പബിലിറ്റിനെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സെൽഫ് റിലയൻസിനെയാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാല്, ഇൻ വിച്ച് സ്റ്റേറ്റ് the Debrigan Wildlife Sanctuary hosting the second edition of the Indian Bison Festival. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്, കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. ദാറ്റ് ഇസ് ഒഡീഷയിലാണ്. ഓക്കെ, ഒഡീഷയിലാണ് ഡെബ്രിഗൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഹോസ്റ്റ് ചെയ്യുന്നത്. വെസ്റ്റേൺ ഒഡീഷയിൽ ഇതിന് നമ്മൾ ലാൻഡ് ഓഫ് ബൈസൺസ് എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഹിറാക്കുണ്ട് ഡാം, അതായത് ഈ സാങ്ച്വറി ഈസ്റ്റിലും നോർത്തിലും ബൗണ്ട് ചെയ്തിരിക്കുന്നത് ഹിറാക്കുണ്ട് റിസർവോയർ ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഒരു ഹിറാക്കുണ്ട് ഡാം ആണ് റിവർ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, മെയിൻ ആയിട്ടുള്ളത് ഇതിലെ ഫ്ലോറൽ ഡൈവേഴ്സിറ്റിയും ഫോണൽ ഡൈവേഴ്സിറ്റിയും ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് വേർ വിൽ ദ ഇന്ത്യൻ സ്റ്റീൽ 2026 സബ്മിറ്റ് ബി ഹെൽഡ് ഫ്രം April 16. അത് എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ സ്റ്റീൽ 2026 ഹെൽഡ് ചെയ്യുന്നതും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കാം, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഇവന്റ് എന്തൊക്കെയാണ് ബ്രിങ് ചെയ്യുന്നത്? ലീഡേഴ്സ് ഫ്രം സ്റ്റീലും ടെക്നോളജി, മൈനിങ്ങും ട്രേഡിംഗ് കമ്പനീസ് ആണ്. നെക്സ്റ്റ് ജനറേഷൻ വരുന്ന സ്റ്റീൽ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫെയർ മിനിസ്ട്രി സെക്രട്ടറി ആയിട്ടുള്ള സുധാകർ ദലേല ആണ് സ്റ്റേറ്റഡ് ദാറ്റ് സമ്മിറ്റ് എയിംസ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇൻ ദ കൺട്രി. അപ്പോൾ ഈ ഒരു സമ്മിറ്റ് കൊണ്ട് എയിം ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണ്, കൺട്രിയിൽ സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ളതെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ, യുണൈറ്റഡ് നാഷൻ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എപ്പോഴാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 3 March 2014 മനസ്സിലാക്കണം. പിന്നുള്ളത് ഇത് അലൈൻ ചെയ്തിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 12 വെച്ചിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മറൈൻ സ്പീഷീസിനാണ്. അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്നത് മറൈൻ വൈൽഡ് ലൈഫിനെ കുറിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തീം എന്ന് പറയുന്നത് മെഡിസിനൽ ആൻഡ് അറോമാറ്റിക് പ്ലാന്റ്സ് കൺസേർവിംഗ് ഹെൽത്ത്, ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡ്. ഇതാണെന്നും കൂടെ ജസ്റ്റ് മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സർബാനന്ദ് സോനോവാൾ ഇനാഗുറേറ്റഡ് 3 ഇൻലാൻഡ് വാട്ടർവേ പ്രോജക്ട് ഇൻ ദിബ്രുഗർ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സർബാനന്ദ് സോനോവാൾ ആണ് 3 ഇൻലാൻഡ് വാട്ടർവേ പ്രോജക്ട് ദിബ്രുഗറിൽ എന്തായിട്ടുള്ളത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദീസ് പ്രോജക്ട് ആർ ലൊക്കേറ്റഡ് ഓൺ ബ്രഹ്മപുത്ര റിവർ നോൺ ആസ് നാഷണൽ വാട്ടർവേ. അപ്പൊ ബ്രഹ്മപുത്ര റിവറിൽ നാഷണൽ വാട്ടർവേ 2ലാണ് ഈ പ്രോജക്ട് എന്ത് ചെയ്തത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ മെയിൻ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. പിന്നെ വരുന്നത് എന്താ വെച്ചാല്, അടുത്തതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ ദ 4 വുമൺ സെൻട്രിക് വെൽഫെയർ സ്കീം ഓഫ് ഡൽഹി ഗവൺമെന്റ് വർ ലോഞ്ച്ഡ് ബൈ പ്രസിഡന്റ് ദ്രൗപദി മുർമു അറ്റ് ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ എന്താണ്, 4 വുമൺ സെൻട്രിക് വെൽഫെയർ സ്കീം ഡൽഹി ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. അത് എവിടെ വെച്ചിട്ടാണ്? ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ സ്കീം ഇൻക്ലൂഡ് ചെയ്തത് സഹേലി പിങ്ക് സ്മാർട്ട് കാർഡ്, ഫ്രീ LPG സിലിണ്ടർ സ്കീം, അതുപോലെ തന്നെ ഡൽഹി ലഖ്പതി വിദ്യ യോജന ആൻഡ് മേരി പുഞ്ചി മേര അധികാർ. ഇതൊക്കെയാണ് ആ ഒരു സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്തതെന്നും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ജൻ ഔഷധി സപ്താ 2026 കമൻസ് ചെയ്യുന്നത് 1 March ആസ് എ പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ ആണ്. ഇത് അഫോർഡബിൾ ക്വാളിറ്റി ആയിട്ടുള്ള ജനറിക് മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ ആണ്. അതുപോലെ തന്നെ ദിസ് ക്യാമ്പയിൻ ഈസ് ബീങ് ഓർഗനൈസ്ഡ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് PMDA അണ്ടർടേക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ വിത്ത് ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ്സ് നാഷണൽ വൈഡ്. അപ്പോൾ ഇതിൽ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് ഇതൊക്കെയാണ് നാഷണൽ വൈഡ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കാം. പിന്നെ അതിന്റെ തീം എന്ന് പറയുന്നത് ജൻ ഔഷധി സസ്തി ബി ബരോസ്മത് ബി, അതുപോലെ തന്നെ സെഹത് കി ബാത് ബച്ചത് കെ സാത്ത്. ഈ ഒരു രീതിയാണ് ഇതിന്റെ തീം വരുന്നത്. അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത് ഇത്രയാണ് നമ്മളെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ, ജികെന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ? ഹലോ.